സംഘ ആദർശങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും തനിക്ക് വഴികാട്ടിയായത് പി മുകുന്ദൻ ആണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കണ്ണൂർ ചേംബർ ഹാളിൽ പി മുകുന്ദൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിന്റെ സംഘർഷ രാഷ്ട്രീയത്തിൽ സമാധാനത്തിന്റെ വലിയ സാധ്യതകൾ കണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആശയപരമായ വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുമ്പോഴും സമാധാനപരമായ ജീവിത സാഹചര്യം നിലനിർത്താനുള്ള സാധ്യതകളാണ് അദ്ദേഹം എപ്പോഴും തേടിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 88 മറ്റുമാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് സ്റ്റേഡിയത്തിന്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ലെന്നാണ് ഓർമ്മ. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം അതിന്റെ പണി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വലിയ സ്പേസിലാണ് അന്ന് ഏതാണ്ട് 25,000 കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3-4 ദിവസം നടന്നിരുന്ന ഭാരതഗോകുലത്തിന്റെ ഒരു സംഘം. അത് ഉദ്ഘാടനം ചെയ്യാൻ ആദ്യം തീരുമാനിച്ചു. എനിക്ക് എത്താൻ സാധിച്ചില്ല. അതിന്റെ സമാപനം കുറിക്കാനായി എത്തണമെന്ന് പറഞ്ഞു. അതും സമയത്തെത്താൻ സാധിച്ചില്ലെങ്കിലും രാത്രി ഏതാണ്ട് വൈകി കാര്യാലയത്തിൽ ഭാസ്കരീയത്തിൽ എത്തി. അവിടെ വെച്ച് കഞ്ഞിയും പയറും ഒക്കെ തന്ന് എന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി സ്റ്റേഡിയം അങ്കണത്തിലെത്തി. അവശേഷിച്ച കുഞ്ഞുങ്ങളെ മാത്രം അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാണ് സത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കം കുറിക്കുന്നതാണ്. മാനസികമായിട്ട് ഞാൻ പറയുന്നത് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ടു ദി പോളിറ്റി. ഇത് അന്നാണ് സംഭവിക്കുന്നത്. 88 എന്റെ വിശ്വാസം. പി മുകുന്ദന്റെ ജീവിതം തനിക്ക് വ്യക്തിപരമായ നഷ്ടം തന്നെയാണെന്നും അത് കേവലം അലങ്കാര പ്രയോഗമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പി മുകുന്ദന്റെ പേരിൽ ഒരു എൻഡോവ്മെന്റ് നടപ്പാക്കുകയാണെങ്കിൽ അതിലേക്ക് 10 വർഷം നൽകുന്നതിനായി 2.5 ലക്ഷം രൂപയും അദ്ദേഹം സദസ്സിൽ വെച്ച് വാഗ്ദാനം ചെയ്തു. സുരേഷ് ഗോപി ഒഴികെ രാഷ്ട്രീയ ഭേദമന്യേ ആരെയും ഈ എൻഡോവ്മെന്റായി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പി മുകുന്ദൻ അനുസ്മരണം കണ്ണൂർ ചേംബർ ഹാളിൽ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ അധ്യക്ഷൻ N. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അനുസ്മരണ ഭാഷണം നടത്തി. ദേശീയ സമിതി അംഗങ്ങളായ PK വേലായുധൻ, A. ദാമോദരൻ, C. രഘുനാഥ്, സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിലങ്കേരി, RSS പ്രാന്ത സംഘ ചാലക് അഡ്വക്കേറ്റ് KK ബാലറാം, BJP സംസ്ഥാന സമിതി അംഗം K. രഞ്ജിത്ത്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.